അതെ, ജുഡീഷ്യൽ കമ്മീഷനുമായിട്ട് ഞങ്ങൾ ശരിയായ രീതിയിലുള്ള സംസാരങ്ങളെല്ലാം നടന്നിട്ടുണ്ട്. ഇതിൻ്റെ ഡോക്യുമെൻറ്റുകളെ എല്ലാം ഞങ്ങൾ കൊടുത്തിട്ടുള്ളതാണ്. അദ്ദേഹം ഈ പാവപ്പെട്ട, അതായത് 89 മുതൽ 93 വരെയുള്ള കാലഘട്ടത്തിൽ വാങ്ങിച്ചിരിക്കുന്ന മുഴുവൻ ആളുകളുടെയും ഡീറ്റെയിൽസും ഞങ്ങൾ സമർപ്പിച്ചിട്ടുണ്ട്. ആ പ്രശ്നങ്ങൾ തീർത്ത് ഗവൺമെൻറ്റിന് ഞങ്ങളെ ഏത് രീതിയിലും രക്ഷിക്കാൻ സാധിക്കും എന്നതിനുള്ള ഒരു പൂർണ്ണ രൂപം ജസ്റ്റിസ് രാമചന്ദ്രൻ കമ്മീഷൻ കൊടുക്കും എന്ന് തന്നെയാണ് ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. അതിൽ ഞങ്ങൾ പൂർണ്ണമായിട്ടും വിശ്വസിക്കുകയാണ്. അത് അദ്ദേഹം പലവട്ടം ഞങ്ങളിപ്പോൾ ബിഷപ്പിൻ്റെ അടുത്ത് പറഞ്ഞു, ഞങ്ങളുടെ ഭൂസംരക്ഷണ സമിതി നേതാക്കന്മാരോടും പറഞ്ഞു, എല്ലാവരോടും പറഞ്ഞു. അതായത് കൃത്യമായിട്ട് ഫെബ്രുവരിയിൽ തന്നെ ഞാൻ റിപ്പോർട്ട് സമർപ്പിക്കും. അതിനനുസരിച്ചിട്ട് തന്നെ ഉടനെ ഗവൺമെൻറ് നിങ്ങളുടെ പ്രശ്നങ്ങളിൽ അടിയന്തിരമായിട്ട് ഇടപെട്ട് നിങ്ങൾക്ക് ശാശ്വതമായ പരിഹാരം ചെയ്തു തരും എന്ന് തന്നെയാണ് ജസ്റ്റിസ് രാമചന്ദ്രൻ സാർ പറഞ്ഞിട്ടുള്ളത്. അല്ല, ഹൈക്കോടതിയിലുള്ള കേസ് ഞങ്ങൾക്ക് റവന്യൂ അവകാശങ്ങൾ സ്ഥാപിച്ചു തന്നിട്ട് ഒരു സിവിൽ കോടതിയിലേക്ക് പോകാൻ പറഞ്ഞാൽ വഖഫിൻ്റെ അസറ്റിൽ നിന്നും മാറ്റാത്തിടത്തോളം കാലം അതായത് പതിറ്റാണ്ടുകൾ കേസ് നടത്തിയാലും സിവിൽ കോടതിയിൽ പോയി, വീണ്ടും ഡിവിഷണൽ കോടതിയിൽ പോയി, സുപ്രീം കോടതിയിൽ പോയി, അങ്ങനെ ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് വരികയുള്ളൂ. ഞങ്ങൾ അതിനെപ്പറ്റി ചിന്തിക്കുന്നില്ല. കാരണം 1975 ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് ഇത് തീർപ്പ് കൽപ്പിച്ചിട്ടുള്ളതാണ്. രണ്ടാമത്തേത്, വഖഫ് ബോർഡ് ഞങ്ങളുടെ ഭൂമിക്ക് മ്യൂട്ടേഷൻ പിടിച്ചിട്ടില്ല, സർവേ നടത്തിയിട്ടില്ല, അതിരുകൾ കണ്ടെത്തിയിട്ടില്ല. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ എങ്ങനെ ഞങ്ങളുടെ റവന്യൂ അവകാശങ്ങൾ നിഷേധിക്കേണ്ട ആവശ്യം? ഇപ്പോൾ കഴിഞ്ഞ 16-ാം തീയതി പറയുന്ന ഒരു ജിയോ ഗവൺമെൻറ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. അതിനനുസരിച്ചിട്ട് രജിസ്ട്രാർമാരോ അതല്ലെങ്കിൽ ട്രൈബ്യൂണലിൻ്റെ വിധി അനുസരിച്ചിട്ട് മറ്റ് ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാർ റവന്യൂ അവകാശങ്ങളോ അല്ലെങ്കിൽ അനുബന്ധമായിട്ടുള്ള ഒന്നും തന്നെ നിർത്തലാക്കാൻ പാടില്ല എന്നാണ് ഇപ്പോൾ ജിയോ പുറപ്പെടുവിച്ചിട്ടുള്ളത്. ഇത് നേരത്തെ ആയിരുന്നുവെങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഭൂമിക്കുള്ള ഈ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ വന്നേനെ.